ഹലോ, സോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഇന്നത്തെ വ്ളോഗ് വന്നിട്ടുള്ളത് ഊട്ടിയിലേക്ക് പോകുന്നതാണ്. അപ്പോൾ കഴിഞ്ഞ വ്ളോഗിൽ പറഞ്ഞ പോലെ ഇന്ന് പാർട്ട് 2 ആണ്, മസനഗുഡി വഴി ഊട്ടിയിലേക്ക്. ഇടയ്ക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ സൺഫ്ലവറിൻ്റെ ഒരു തോട്ടം കണ്ടിട്ടുണ്ട്. അപ്പോൾ അവിടെ സൈഡാക്കി ജസ്റ്റ് ഫോട്ടോ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോഴത്തേക്കും ഒരാൾക്ക് 100 റുപ്പീസ് ആയിരുന്നു. അങ്ങനെ ചോദിച്ചു പോകണ്ടെന്ന് വിചാരിച്ചു. പിന്നെ സൈഡിൽ നിന്ന് ഫോട്ടോ വീഡിയോ എടുത്തിട്ടുണ്ടായിന്. സോ ഞങ്ങൾ മസനഗുഡി ഫോറസ്റ്റ് കയറിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ മല്ലേ പോകാൻ പറ്റൂ, ഓണടിക്കാൻ പാടില്ല, അങ്ങനെയുള്ള കുറേ റൂൾസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഏതെങ്കിലും ഒരു ആനിമലിനെ കാണുന്ന ഭയങ്കര ആശയുണ്ടായില്ലേ. അപ്പോൾ എന്തായാലും ഈവനിങ് ടൈം ആയതുകൊണ്ട് കാണില്ലെന്നാണ് വിചാരിച്ചത്. വണ്ടി ഭയങ്കര ആനറിഞ്ഞത് പേടിയാണ്. ഇവിടെ ഹലോ എന്ത് വാങ്ങാഴ്ച Hi. We are entering to Tamil Nadu. ഓടാ ആ ഓൻ എന്ത് ഭയ അവനിപ്പോ നമ്മളെ എതിർക്ക് ഫോറസ്റ്റ് കഴിഞ്ഞിട്ടാകുമ്പോൾ ഏകദേശം ഒരു നൈറ്റ് ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ മസനഗുഡി ഒരു ഹോട്ടലിൽ വന്നാണ് ചായ കുടിക്കാൻ വേണ്ടിയിട്ട്. ഫൈനലി നമ്മൾ ഊട്ടി എത്തിയിട്ടുണ്ട്. അപ്പോൾ ചുരം കയറുമ്പോൾ ഞാൻ ഭയങ്കര വൊമിറ്റിംഗ് ആയിരുന്നു, നല്ല ടയേർഡായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കാൻ അങ്ങനെയൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഊട്ടിയല്ലേ ഭയങ്കര തണുപ്പ് തുടങ്ങിയിട്ടുണ്ട്. ഞാൻ ഹുഡി അങ്ങനെ ഇട്ടിട്ടില്ല, ബാഗിലാണ് എല്ലാം ഇടണം. ഇത്ര ഭയങ്കര ടയേർഡുമാണ്. നല്ല രാത്രി ലേറ്റ് ആവേണ്ട വെച്ചിട്ട് നമ്മൾ പുറത്ത് ഡിന്നർ കഴിക്കാൻ വേണ്ടിയിട്ട് പോയി. ഒരു ഹോട്ടലായിരുന്നു കേട്ടോ. അപ്പോൾ മജ്ലിസ് ഇതില്ല, അറബികളിൽ തായിരുന്ന അതേപോലത്തെ ഒരു സ്ഥലത്തായിരുന്നു വരുന്നത്. നല്ല വാങ്ങുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഫുഡ് കഴിക്കാനായിട്ട് മൂഡുണ്ടായിട്ടില്ല. ഞാൻ പിന്നെ ഒരു ചപ്പാത്തിയും ഒരു ചിക്കനും തിന്നു. അവരെന്തൊക്കെയോ തിന്നുന്നുണ്ടായിരുന്നു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. നല്ല ടയേർഡ്, റൂമിലേക്ക് പോയി ഒന്ന് കിടന്നുറങ്ങണം. സോ നെക്സ്റ്റ് മോർണിംഗ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതായിരുന്നു മോർണിംഗിലത്തെ ഒരു വ്യൂ. ലൈക്കിൻ്റെ അടുത്താണ് നമ്മൾ സ്റ്റേ ചെയ്യുന്ന പ്ലേസ്. ഫ്രഷെല്ലായ ശേഷം രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് ഹോട്ടലിലേക്ക് വന്നിട്ടുണ്ട്, തലശ്ശേരി ഹോട്ടലിലേക്ക്. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം പറഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. രാവിലെ നമ്മ അങ്ങനെ റൂം വെക്കേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അടുത്തുള്ള ലേക്കിലേക്കും കൂടെ ഒന്ന് പോകണം, ബോട്ട് ഹൗസിലേക്ക്.
സോ ഞങ്ങൾ ബോട്ടിൽ കയറിയിട്ടുണ്ട്. അപ്പോൾ 8 പേരടങ്ങുന്ന ഒരു ബോട്ടിലാണ് നമ്മൾ കയറിയത്. അപ്പോൾ 4 പേര്, നമ്മൾ 4 പേര് ഏതെങ്കിലും ഫാമിലിയും കിട്ടുമോ എന്ന് നോക്കിയിട്ട് നമുക്കൊരു ഫാമിലി കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇവരാണ് കേട്ടത്. അങ്ങനെ ബോട്ടിൽ നിന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ ഒരു ഫാൻസി കട ഉണ്ടായിരുന്നു, അതിനുള്ളിൽ കയറി എന്തെങ്കിലും നോക്കാൻ വേണ്ടിയിട്ട്. നല്ല സെലക്ഷൻ ആയിരുന്നു അടുത്തെല്ലാം. പക്ഷെ ഭയങ്കര വില കേട്ടോ, ഭയങ്കര റേറ്റ് ആയിരുന്നു എല്ലാത്തിനും. ചെറിയ ചെറിയ സാധനം ഭയങ്കര റേറ്റ് ആയിരുന്നു. അപ്പോൾ ഒന്നും നോക്കിയില്ല, അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ വിചാരിച്ചു സ്വീറ്റ് കോൺ പറയാമെന്ന്. അങ്ങനെ സ്വീറ്റ് കോൺ പറഞ്ഞിട്ട് സ്പൈസീൻ്റെ ആയിരുന്നു ഞാൻ പറഞ്ഞത്. നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. സോ ഞങ്ങൾ ഗൺ ഷൂട്ടിംഗ് എല്ലാം കഴിഞ്ഞാൽ മറന്ന് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ പോകുന്ന വഴിക്ക് നോക്കി ഇങ്ങനെ പൊള്ളിക്കുന്ന ഒരു ചോളം കണ്ടിട്ട് മറന്ന് നിർത്തി. എനിക്ക് ചോളം ഭയങ്കര ഫേവറേറ്റ്, നല്ല സ്മെല്ല്, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞാൽ അടുത്ത പോകുന്നത് ചോക്ലേറ്റ് ഫാക്ടറിയിലേക്കും പിന്നെ ചായ ഫാക്ടറിയിലേക്കുമാണ് കേട്ടോ. അപ്പോൾ ചായപ്പൊടിയും ചോക്ലേറ്റിലും ഉണ്ടാക്കുന്ന ഒരു സ്ഥലമാണ്. സോ ഞങ്ങളതെല്ലാം കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ നിന്ന് ഇറങ്ങി പിന്നെ ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഫുഡെല്ലാം കഴിച്ചാൽ വേറെ സ്ഥലത്തേക്ക് പോകുന്നതാണ്. ரொம்ப ബ്ലോക്ക് കണ്ണാ. ഞങ്ങൾ ഈവനിങ് ആയിട്ട് നമ്മൾ ചായ എല്ലാം കുടിച്ചിട്ട് അവിടുന്ന് ട്രീ പാർക്കിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ താൻ ട്രീ പാർക്ക്
സുഭാഷേ കുട്ടേട്ടാ അപ്പോൾ ഞങ്ങൾ ട്രീ പാർക്കിലെല്ലാം കയറി ആടുന്ന് വിട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവർ കുതിരയിൽ കയറണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവർ കുതിരയിൽ കയറി. ഞങ്ങൾ കയറിയിട്ടില്ല, ഞങ്ങൾക്ക് ഭയങ്കര പേടിയായിരുന്നു. അപ്പോൾ ഞാനും ഓനൊരു സൈഡ് മാറിയിരുന്നു, അവർ വീഡിയോ എടുക്കുമായിരുന്നു കേട്ടോ. സോ ഈ വീഡിയോ എൻഡ് ചെയ്യാൻ ടൈം ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ തിരിച്ച് പെരക്കേക്ക് പോവുകയാണ്. അപ്പോൾ നല്ല ലൈറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ബൈ ബൈ, സി യു. കൂട്ടുവരുമോ ചിറ്റിക്കുരുവികളെ കൂട്ടുവരുമോ കുട്ടിക്കുരുവികളെ ചാന്തുമുട്ടും ചങ്കേലസും ചാത്തി വരുന്നവളെ പുലരിപ്പെണ്ണെ നിന്നെ കാണാൻ തൂതി പെരുകണ മനസ്സിൽ നീയൊരു സുന്ദരിയല്ലേ ദേവമനോഹരിയല്ലേ നീയൊരു സുന്ദരിയല്ലേ